നമസ്കാരം. MES ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MES പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകുന്നു. സ്വാശ്രയ കോളേജുകളിൽ ഒന്നാം സ്ഥാനം MESന്. ബോഡി ബിൽഡിംഗിൽ നിഷാദ് ഉയരങ്ങളിലേക്ക്. സ്പോർട്സ് മീറ്റ് അറ്റ്ലസ സംഘടിപ്പിച്ചു. കിർഫ് റാങ്കിങ്ങിൽ പെരിന്തൽമണ്ണ MESന് മികവ്. കലാസ കലോത്സവത്തിന് തിരശ്ശീല വീണു. വർണ്ണാഭമായ കോളേജ് ഡേ സംഘടിപ്പിച്ചു. UGC നെറ്റിലും PSC റാങ്കിംഗ് ലിസ്റ്റിലും വിദ്യാർത്ഥികൾ മുന്നോട്ട്. വാർത്തകൾ വിശദമായി. MESന്റെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഏറ്റവും മികച്ച കോളേജ് MES പെരിന്തൽമണ്ണ. MESന് കീഴിലുള്ള സെൽഫ് ഫിനാൻസിംഗ് ഡിഗ്രി കോളേജുകളിൽ 2024-25 വർഷത്തിലെ ഏറ്റവും മികച്ച കോളേജായിട്ടാണ് MES ആർട്സ് ആൻഡ് സയൻസ് പെരിന്തൽമണ്ണയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ അധ്യയന വർഷം 2ാം സ്ഥാനം നേടിയെങ്കിലും ഈ വർഷം ഒരുപടി മുന്നോട്ട് വരാൻ സാധിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നാണ് ഇത്തരത്തിലൊരു നേട്ടം നമ്മുടെ കോളേജിന് കൈവരിക്കാനായത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളായ കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫുഡ് ടെക്നോളജി, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റ് സ്റ്റഡീസ്, സൈക്കോളജി, ടൂറിസം എന്നിങ്ങനെ നിരവധി കോഴ്സുകളുള്ള കോളേജിൽ 1000-ലധികം വിദ്യാർത്ഥികളും 65-നു മേലെ സ്റ്റാഫുകളുമുണ്ട്. നിരവധി സ്ഥാപനങ്ങളുമായി വിദ്യാഭ്യാസ കരാറുള്ളതിനാൽ ആഗോള കരിയർ അന്തരീക്ഷവും ഒരുപാട് ജോലി സാധ്യതയുമുള്ള കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകൾ കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബിൽ പാസ്സാക്കിയതോടെ പെരിന്തൽമണ്ണയിൽ MESന്റെ യൂണിവേഴ്സിറ്റി. സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ MES 668 കോടി രൂപയുടെ ബജറ്റിന് അംഗീകാരം. സ്വകാര്യ സർവകലാശാലയ്ക്കുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി യോഗം വ്യക്തമാക്കി. മലപ്പുറം സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ 35 കോടി നീക്കിവെച്ച് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി. 60ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പ്രഖ്യാപനം. മൊത്തം 668 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് അംഗീകാരമായി. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അധ്യക്ഷനായി. കോളേജ് സ്പോർട്സ് മീറ്റ് അറ്റ്ലസ സംഘടിപ്പിച്ചു. MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണയിൽ അറ്റ്ലസ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. വിവിധ ഇനങ്ങളിലായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ ആണ് പങ്കെടുത്തത്. വളരെ വിപുലമായ ആകർഷകമായ രീതിയിൽ ആയിരുന്നു കായികമേള. കോളേജിലെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലായിരുന്നു മത്സരങ്ങൾ. 9 ഡിപ്പാർട്ട്മെന്റുകളെ 4 ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ക്യാരംസ് തുടങ്ങിയ മത്സരങ്ങളായിരുന്നു. ബോഡി ബിൽഡിംഗിൽ ദേശീയ യൂണിവേഴ്സിറ്റി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ജേർണലിസം വിദ്യാർത്ഥി നിഷാദ്. മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ബോഡി ബിൽഡിംഗിൽ തുടരെയുള്ള നേട്ടങ്ങൾ കൈവരിച്ച് ദേശീയ തലത്തിൽ വരെ തന്റെ സ്ഥാനം ഉറപ്പിച്ച ഒരു കായിക പ്രതിഭ പെരിന്തൽമണ്ണയിലുണ്ട്. പെരിന്തൽമണ്ണ MESന് എക്കാലത്തും അഭിമാനമാകുന്ന നേട്ടം ചാർത്തിക്കൊടുത്ത ബോഡി ബിൽഡർ മുഹമ്മദ് നിഷാദ്. തന്റെ 25ാം വയസ്സ് ആവുമ്പോഴേക്കും മുഹമ്മദ് നിഷാദ് എന്ന പേര് ദേശീയ തലത്തിൽ മത്സര നേട്ടങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു. നിഷാദ് തന്റെ ബോഡി ബിൽഡിംഗ് തുടങ്ങുന്നത് തന്റെ 18ാം വയസ്സിൽ ആണ്. ബോഡി ബിൽഡിങ്ങിനെ ഒരു മത്സരമിനമായിട്ട് കാണുന്നത് തന്റെ 20ാം വയസ്സിലുമാണ്. സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. 2020 മിസ്റ്റർ കേരളയിൽ ഗോൾഡ് മെഡലും 2025 മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനിൽ ഗോൾഡ് മെഡലും ആൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ 65 കിലോ 5th പൊസിഷൻ തുടങ്ങി 15ഓളം മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നിഷാദിന് ഇനിയും ഉന്നത വിജയങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. വിദ്യാർത്ഥികളുടെ കലാമികവിന്റെ കലാസ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗാസ സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിൽ നടത്തിയ കലാസ ആർട്സ് ഫെസ്റ്റ് അതിഗംഭീരമായി നടന്നു. വ്യത്യസ്തമായ പരിപാടികളിലും ഓഫ് സ്റ്റേജ്, ഓൺ സ്റ്റേജ് മത്സര ഇനങ്ങളിലും വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഓവറോൾ കിരീടങ്ങൾക്ക് വോൾവേഴ്സ് 170 പോയിന്റോടെയും ഫ്രണ്ട്സി 167 പോയിന്റിലും ജേതാക്കളായി. 3ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ഇന്നോവേറ്റേഴ്സ് 142 പോയിന്റോടെയും മുന്നേറി.